നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. അൾസറും ഹോമിയോ ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് പുറമേരി ഗവൺമെന്റ് താലൂക്ക് ഹോമിയോ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായ ഡോക്ടർ ജി ശിവരാമകൃഷ്ണനാണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. ഈ അൾസർ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു രോഗമാണ്. എന്താണ് ഈ അൾസർ? ഹോമിയോ എങ്ങനെയാണ് അൾസറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അൾസറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഹോമിയോ, അലോപ്പതി, ആയുർവേദ എന്നുള്ള രീതിയിലല്ല. കോമൺ ആയിട്ട് നമ്മൾ കോമൺ മെഡിക്കൽ ടെക്നോളജിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് ദഹനേന്ദ്രിയ ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, ആ ട്രാക്റ്റിൽ എവിടെ വേണമെങ്കിലും അൾസർ വരാം. അതായത് നമ്മുടെ വായ്, അന്നനാളം, അതുപോലെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ, രക്തം, എവിടെ വേണമെങ്കിലും അൾസർ വരാം. പക്ഷേ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് കൃത്യമായിട്ടും അന്നനാളം, അതുപോലെ ആമാശയം, ചെറുകുടൽ, ഇവിടെ മാത്രം വരുന്ന അൾസറാണ്, വ്രണം. അതിനെയാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുക. മാത്രമല്ല കൂടുതലും നമ്മുടെ ആമാശയത്തിലും ചെറുകുടലുമാണ് അധികം കണ്ടുവരാറുള്ളത്. അതിനെയാണ് നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പെപ്റ്റിക് അൾസർ ഉണ്ടാവുന്നത്? പെപ്റ്റിക് അൾസർ 1982 വരെ മെഡിക്കൽ വേൾഡ് വിചാരിച്ചുകൊണ്ടിരുന്നത് പെപ്റ്റിക് അൾസർ വരുന്നതിന് പ്രത്യേക കാരണങ്ങൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള മറ്റു കാരണങ്ങളാണ്. അത് പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സായിട്ട് പറയാറുള്ള സ്ട്രെസ്സും ടെൻഷനും, അതുപോലെ ഉറക്കമില്ല, ഉറക്കം ഒഴിഞ്ഞ് ജോലി ചെയ്യുന്ന ആളുകൾ, മദ്യപാനം ശീലമാക്കിയിട്ടുള്ള ആളുകൾ, പുകവലി, അതുപോലെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, കൂടാതെ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിൽ നടക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ഇതുപോലത്തെ ഫാക്ടേഴ്സ് പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ 1982 ആദ്യമായിട്ട് ഇത് ഒരു ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് 2 സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കുകയുണ്ടായി. ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റുകൾ, മാർഷൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരിലുള്ള ഡാരൻ മാർഷൽ. അപ്പോൾ അവർക്ക് 1995 അതിനുവേണ്ടി നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് മെഡിക്കൽ ഫീൽഡിൽ അതൊരു വിപ്ലവമായിരുന്നു. ഇത് ഈ പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ഡിയോഡനൽ അൾസർ, അതായത് നമ്മുടെ ചെറുകുടലിലെ ആദ്യ ഭാഗമാണ് ഡിയോഡനത്തിൽ ഈ അൾസർ ഉണ്ടാകുന്നതിന് കാരണം 80-90% കാരണം ഈ ബാക്ടീരിയ ഹെലിക്കോബാക്ടർ പൈലോറൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആണെന്നും, അതുപോലെ സ്റ്റൊമക്കിൽ നമ്മുടെ ആമാശയത്തിൽ ഒരു 80% അൾസർ ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയ ആണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഡോക്ടർ, അതിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ സർ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ കേൾക്കാം സാർ. പറയണം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കോതമംഗലത്ത് നിന്നാണ്. യെസ്. പേര് ബഷീർന്ന്. സാർ, ഈ വയറ് കമ്പിച്ചേ ഡോക്ടറോട് ചോദിച്ചോളൂ. വയർ കമ്പിച്ച് വയറ് വല്ലാത്തൊരവസ്ഥയിൽ വീർത്ത് വരുന്നത് അതെന്താണ് സാർ? അതെങ്ങനെ വയറങ്ങനെ വല്ലാതെ വീർത്ത് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങൾ വളരെ തിരക്കിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണോ? സ്പീഡിൽ? അങ്ങനെയൊന്നുമില്ല, സാധാ മോഡലിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. വയറ് വീർത്ത് നമ്മൾ പലരും അത് ഗ്യാസ് ട്രബിൾ എന്നങ്ങനെ പറയാം. ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞ് അങ്ങനെ പറയേണ്ടതേ ഇല്ല. മെഡിക്കൽ ടെർമിനോളജിയിൽ അങ്ങനെ ഗ്യാസ് ട്രബിൾ എന്നൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ വളരെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും പിന്നെ മറ്റുള്ള അവിടെ നമ്മുടെ ദഹനേന്ദ്രിയ ട്രാക്റ്റിൽ അവിടെ ഉണ്ടാകുന്ന ഒരുപാട് ഈ ദഹനവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ്, മറ്റുള്ള പല ഗ്യാസുകളുണ്ടാകും. അമോണിയ അല്ല, സൾഫർ, ഇങ്ങനെ പല ഗ്യാസുകളൊക്കെ ഉണ്ടാകും. അതല്ലാതെ മറ്റപടി വയറ് വീർക്കുന്നത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അസിഡിറ്റി ഉള്ളവർക്ക് അതുണ്ടാകാം. ഹൈപ്പർ അസിഡിറ്റി, അതായത് ഒരുപാട് അമിതമായിട്ടുള്ള അമ്ല ഉൽപ്പാദനം നിങ്ങളുടെ ആമാശയത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതൊരു സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടല്ല. നിങ്ങൾക്ക് ഛർദ്ദിക്കാനുള്ള തോന്നൽ വല്ലതുമുണ്ടോ? ഒന്നുമില്ല സാർ, അമിതമായിട്ട് കമ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത് കാരണം ഒരു ഭയങ്കര അസ്വസ്ഥയാണ്. നിങ്ങൾക്ക് അത് കാരണം വിശപ്പ്? അതന്നെ. വിശപ്പ് എങ്ങനെ? നോർമലായിട്ടുള്ള വിശപ്പെല്ലാം ഉണ്ടോ? വിശപ്പ് നോർമലായിട്ടാണ്, കുഴപ്പമില്ല. മോഷൻ ഹാബിറ്റ്സ് എല്ലാം എങ്ങനെയാണ്? ശോധനയെല്ലാം വളരെ കൃത്യമാണോ? കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അത് കാരണം നിങ്ങൾക്ക് എന്താണ് അസ്വസ്ഥത? യഥാർത്ഥത്തിൽ വയറ് കമ്പിച്ചിരിക്കുന്നത് കൊണ്ട് വേദന ഇല്ലാന്ന് പറയുന്നു. വേദനയുണ്ടോ? ഒരു അസ്വസ്ഥയുണ്ട്, പിന്നെ നമ്മള് ഈ കീഴ്വായു കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇതാണ്. അത് അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്പീഡിൽ കഴിക്കുന്ന ആളുകൾക്കാണ് സാധാരണ വന്നിട്ട് എയർ അകത്ത് ഒരുപാട് കടന്നുകൂടി, എയർ കടന്നുകൂടി അങ്ങനെ അത് ഏമ്പക്കമായിട്ട് പുറത്ത് പോയില്ല എങ്കിൽ കുറച്ചൊക്കെ പോകും. ബാക്കിയുള്ളത് തങ്ങി നിന്നിട്ട് അവിടെ ഒരു സ്തംഭനം, അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ കമ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. പക്ഷേ ചിലർക്ക് അല്ലാതെ തന്നെ സ്പീഡിൽ കഴിക്കാതെ പതുക്കെ കഴിക്കുന്നവർക്കും ഉണ്ടാകാം. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളുകൾ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ വെള്ളം കുടിക്കാറുണ്ടോ?
അത് തന്നെയാണ് കാരണം. അതായത് ഇത് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ അരമണിക്കൂർ ശേഷമോ ആണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒരു ഉരുള ചോറ് കഴിക്കുകയും അത് ഒരു കവിള് വെള്ളം കുടിക്കുകയും അങ്ങനെ പലർക്കും ആ ശീലമുണ്ട്. അത് വളരെ തെറ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ കാറ്റ് അകത്ത് കയറിയിട്ട് ഈ ഗ്യാസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ എയർ തന്നെയാണ്. അപ്പോൾ അതായിരിക്കണം. അത് നിങ്ങൾ മാറ്റിയെടുത്താൽ അത് തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിന് എന്താണ് എന്നുള്ള ഡയഗ്നോസിസ് മനസ്സിലാക്കുകയും അതിന് വേണ്ട ചികിത്സ നിങ്ങൾ തേടാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ മാം. യെസ്, ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ഞാൻ വിളിച്ചത് സാറേ, ഞാൻ എന്റെ അടൂന്നാണ് വിളിക്കുന്നത്, പേര് ബിജു. ഓക്കെ, ഞാൻ വിളിച്ചത് എനിക്ക് സാധാരണ ആഹാരം കഴിക്കുമ്പോൾ പെട്ടെന്ന് ഏറ് വരും. ഏറ് വന്നിട്ട് പിന്നെ വയറങ്ങ് നന്നായിട്ട് വീർത്ത് വരികയാണ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ കുറച്ച് ആഹാരം കഴിക്കാറുള്ളൂ. പക്ഷെ ഈ ആഹാരം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഇവിടെ വരുന്നുണ്ട്. അത് എന്താണ് അത് കാരണമെന്ന് സാർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. നിങ്ങൾക്ക് ഏമ്പക്കം, പുളിച്ചത് കെട്ടൽ, അങ്ങനെ സോർ എറക്ടേഷൻ എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഉണ്ടോ? അതായത് പുളിച്ചത് കെട്ടൽ, നെഞ്ചരിച്ചൽ, ഹാർട്ട് ബേൺ എന്നൊക്കെ പറയുന്ന ഹൈപ്പർ അസിഡിറ്റി, അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടോ? എരിച്ചിലുണ്ടോ? വയറ്റിലെ എരിച്ചിലുണ്ടോ? പുകച്ചിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവിടെ ഒരുപക്ഷെ നിങ്ങളുടെ അന്നനാളം കുറച്ച് ഡ്രൈനസ് ഉണ്ടാകാം. അവിടെ നമുക്ക് ഈ ദഹനേന്ദ്രിയ ട്രാക്ട് മുഴുവനും മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് വളരെ വിഴുവിഴുത്ത ചർമ്മം കൊണ്ട് അതിൻ്റെ ആവരണം അങ്ങനെയാണ്, ഉള്ളിലുള്ള ആവരണം. അപ്പോൾ അതിൽ പല കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അവിടെ ചിലപ്പോൾ അന്നനാളത്തിൽ ചെറിയ അത് നെഗ്ലിജിബിളായിട്ടുള്ള ഒരു ചുരുക്കം ഉണ്ടായിട്ടുണ്ടാകാം. അത് പല കാരണങ്ങൾ കൊണ്ട് അതുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാതെ താഴോട്ട് ഇറങ്ങിപ്പോകില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകാം. അത് എന്താണെന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മറ്റു ലക്ഷണങ്ങൾ, ഛർദ്ദിക്കാനുള്ള തോന്നൽ, പുളിച്ചത് കെട്ടലില്ല, ഏമ്പക്കം ഇല്ല എന്ന് പറഞ്ഞു, നെഞ്ചരിച്ചൽ, ഹാർട്ട് ബേൺ അതൊന്നും ഇല്ലല്ലോ? ഇല്ല. കട്ടായോ? ഈ അൾസറിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അൾസർ ഇപ്പോൾ ഓരോ നമ്മുടെ സ്റ്റൊമക്കിൽ, ആമാശയത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ലക്ഷണങ്ങളും, അതുപോലെ ചെറുകുടലാണെങ്കിൽ അത് വേറൊരു ലക്ഷണങ്ങളും. അതായത് രണ്ടും കോമൺ ആയിട്ട് ഏത് ആമാശയത്തിലാണെങ്കിലും അതുപോലെ ചെറുകുടലാണെങ്കിലും അവിടെ നെഞ്ചുകൂടിന് താഴെ നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന ഉണ്ടാകും. കൃത്യമായിട്ട് അൾസർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വേദന ഉണ്ടാകും. നല്ലൊരു ശതമാനം ആളുകൾക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഒരു ലക്ഷണവും ഉണ്ടാകാറില്ല. അത് വളരെ അഡ്വാൻസ് ആയിട്ട് വരുന്ന സമയത്താണ് ലക്ഷണങ്ങൾ പുറപ്പെടാറുള്ളത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് രാവിലെ ഛർദ്ദിക്കാൻ തോന്നും, ഛർദ്ദിക്കും, ബിലിയസ് വൊമിറ്റിംഗ് ആയിട്ട് മഞ്ഞ വെള്ളം ഛർദ്ദിക്കും. അതുപോലെ ചിലപ്പോൾ രക്തം കലർന്നിട്ട് കാപ്പിപ്പൊടി കളർ, രക്തവും ആസിഡുമായിട്ട് കലരുമ്പോൾ അത് കറുപ്പ് കളർ, അത് ഒരു ബ്രൗൺ കളർ, ഫ്രഷ് രക്തമല്ലല്ലോ, ആമാശയത്തിൽ നിന്ന് വരുന്നതാണല്ലോ, ആസിഡ് കലർന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു ബ്രൗൺ കളറിൽ ഛർദ്ദിക്കും. പിന്നെ അതുപോലെ ഈ വേദനയാണെങ്കിൽ വെറും വയറ്റിലാണ്, ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് ഹങ്കർ പെയിൻ എന്ന് നമ്മൾ പറയും. വെറും വയറ്റിലാണ് വേദന വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിചാരിക്കാം അത് കുടലാണ് അൾസർ എന്നും. അതുപോലെ ആഹാരത്തിന് ശേഷമാണ് വേദന വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആഹാരം കഴിച്ച ഉടനെ വരികയാണെങ്കിൽ അത് ആമാശയത്തിലാണ് അൾസർ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ മലത്തിൽ കൂടി രക്തം വരും. അത് രക്തവും ഫ്രഷ് ബ്ലഡ് ആയിരിക്കില്ല, ഇതിങ്ങനെ അൾട്ടേർഡ് ബ്ലഡ് എന്ന് പറയുന്ന കറുപ്പ് കളറിൽ വരുന്ന ബ്ലഡ്, അങ്ങനെ മലത്തിൽ കൂടി ബ്ലഡ് ഉണ്ടാകും. പിന്നെ നെഞ്ചരിച്ചിലുണ്ടാകും, ഹൈപ്പർ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളുണ്ടാകും, പുളിച്ചത് കെട്ടൽ, ഛർദ്ദിക്കാൻ തോന്നൽ, പിന്നെ വിശപ്പില്ലായ്മ, ഇപ്പോൾ ആളുകൾ പറഞ്ഞ പോലെ വയർ വീർത്തിരിക്കുന്ന പോലത്തെ അവസ്ഥ, ഇത് മറ്റുള്ള അനുബന്ധ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. അൾസർ ഒരു വേദനയായിട്ട് വരുന്ന രോഗിക്കോ ഇത്തരം ലക്ഷണങ്ങളൊക്കെ വരുന്ന രോഗിക്ക് എങ്ങനെയാണ് അൾസർ ആണെന്ന് കൺഫേം ചെയ്തത്? അത് അൾസറായിട്ട് നമുക്ക് ക്ലിനിക്കലായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് കൺഫേം ചെയ്യത്തക്കതേ ഉള്ളൂ. ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഈ സിംറ്റംസ് കളക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അൾസറാണെന്നുള്ളത്. കാരണം അവർക്ക് ഇതിന് ഒരു ഹിസ്റ്ററി ഉണ്ടാകും. അതായത് കുറേ കാലങ്ങളായിട്ടുള്ള നെഞ്ചരിച്ചൽ, അസിഡിറ്റി, അതായത് ഗാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, GERD എന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് പോലെ, അതുപോലെ APD ആസിഡ് പെപ്റ്റിക് ഡിസീസ്, അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നെഞ്ചരിച്ചലും പുളിച്ചത് കെട്ടലും കുറേ കാലങ്ങളായിട്ടുള്ള ആ ഒരു വയറ്റിലൊരു ഒരു അസ്വസ്ഥതയും ഈ ആളുകൾ പറഞ്ഞ പോലത്തുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കൂടാതെ അൾസർ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഈ ലക്ഷണങ്ങളാണ്. ഇത് സിംറ്റംസ് പറഞ്ഞല്ലോ, അത് വൊമിറ്റിംഗ്, അതുപോലെ ഇത് ഈ മഞ്ഞ കളറിൽ ഛർദ്ദിക്കുന്നതും, അതുപോലെ രക്തം കലർന്നുള്ള ഛർദ്ദിയും, അതുപോലെ മറ്റുള്ള ബ്ലഡിൽ മലത്തിൽ കൂടി ബ്ലഡ് പോകുന്നത്. കൂടാതെ ഇത് ഇത്രയും ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് കൺഫേം ചെയ്യാം, നമുക്ക് ഒരു പ്രോബബിൾ ഡയഗ്നോസിസിൽ വരാൻ പറ്റും. പക്ഷേ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എൻഡോസ്കോപ്പിക് പരിശോധനയിലൂടെ വളരെ വ്യക്തമായിട്ട്
അൾസർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആമാശയത്തിലാണോ, അല്ലാതെ അത് വെറും ഗ്യാസ്ട്രൈറ്റിസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വന്നിട്ട് അത് അൾസർ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അൾസർ ആണെങ്കിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ മുതൽ ഒരു 2 സെൻറ്റിമീറ്റർ വരെ ഡയമീറ്റർ വരെയുള്ള ഒരു വലിപ്പമുള്ള ഒരു കുഴിയായിട്ട് തന്നെ അൾസർ അങ്ങനെ കുഴിഞ്ഞു പോകാറുണ്ട്. അതങ്ങനെയാണോ എന്നുള്ളത് വ്യക്തമായിട്ട് എൻഡോസ്കോപ്പി പരിശോധന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുൻകാലങ്ങളിലൊക്കെ ബേരിയം മീൽ എക്സ്റേ എന്ന് പറഞ്ഞ് ബേരിയം മീൽ കഴിക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എടുത്തിട്ട് അങ്ങനെ നോക്കാറുണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതൊന്നും ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് എൻഡോസ്കോപ്പി പരിശോധനയിൽ അത് മനസ്സിലാക്കത്തക്കതേ ഉള്ളൂ. അങ്ങനെയാണ് ഇതിന് ഡയഗ്നോസിസ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്തെല്ലാം ചികിത്സയാണ് ഹോമിയോപ്പതി മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഇത് ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിലും അതുപോലെ ഡ്യൂഡനൽ അൾസർ ആണെങ്കിലും നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഫസ്റ്റിൽ ആദ്യം നമ്മൾ ഡയഗ്നോസിസ് ചെയ്യും. ഡയഗ്നോസിസ് വളരെ പ്രൈം വിഷയമാണല്ലോ. ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രോഗിയെ ഡയഗ്നോസ് ചെയ്യാനുണ്ട്. അതായത് വെച്ചാൽ രോഗിക്ക് ഓരോ പേഷ്യൻറ്റും ഓരോ രീതിയിലായിരിക്കും സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പേഷ്യൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ മറ്റു പല പശ്ചാത്തലങ്ങളും അവരുടെ മറ്റു പല ആഗ്രഹങ്ങളും ഡിസയറും അവർഷനും അതുപോലെ ഒരു രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു രോഗിയുടെ മറ്റുള്ള പശ്ചാത്തലങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഹോമിയോപ്പതിക് മെഡിസിൻ സെലക്ഷൻ പ്രോട്ടോകോൾ നമ്മളിപ്പോഴും ഇത് പറയാറുണ്ട്. ഹോമിയോപ്പതിക് മെഡിസിൻ സെലക്ഷൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മെഡിസിൻ സെലക്ട് ചെയ്ത് ആ പേഷ്യൻ്റ് നൽകുകയാണെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ ഡ്യൂഡനൽ അൾസർ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അത് വളരെയധികം സ്കോപ്പുള്ള ഒരു ഡിസീസാണ് ഇത് പെപ്റ്റിക് അൾസർ. നമുക്ക് ഒരുപാട് മറ്റു പല സ്കോപ്പുള്ള പല അസുഖങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, അതിൽ ഇത് പെടുത്താൻ പറ്റും. ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, എനിക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ മഞ്ഞ ഇത് പല്ലിയേക്കുമ്പോൾ മഞ്ഞ ഇത് ഛർദിക്കാൻ തോന്നും. കുടല് ചൂടായെന്ന പോലെ. പിന്നെ ഗ്യാസില്ലേ ഗ്യാസ് കൂടുതലായിട്ട്. എത്ര നാളായിട്ടുണ്ട്? ഒരു 3 മാസമായിട്ട്, 2 മാസമായി. ഓക്കെ, അപ്പോൾ മഞ്ഞവെള്ളം ഛർദിക്കുന്നത് രാവിലെ പല്ല് തേക്കുന്ന സമയത്താണോ? പല്ല് തേക്കും. അതുപോലെ ഈ വയറ്റിലെ പുകച്ചൽ, എരിച്ചൽ, കുളിച്ചത് കെട്ടൽ എന്ന് പറയുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ? അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്, ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിരുന്നോ? ഡോക്ടർ പുണ്ണാനാണ്. അൾസർ ആണെന്ന് അങ്ങനെ ഗ്യാസ്ട്രോസ്കോപ്പി അതല്ല എൻഡോസ്കോപ്പി പരിശോധന നടത്താതെ തന്നെ പുണ്ണാണെന്ന് പറഞ്ഞോ? അതല്ലേ, ഭക്ഷണത്തിന്റെ രീതിയിൽ വന്നതാണ്. പുറമേയുള്ള ഭക്ഷണം കൂടുതലാണ്. അല്ല, നിങ്ങൾക്ക് മറ്റു പരിശോധനകൾ ചെയ്തിട്ടില്ല അല്ലേ? ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടോ എന്നുള്ള പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് എൻഡോസ്കോപ്പി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ മലത്തിൽ കൂടി രക്തം പോകുന്നതായിട്ട് കറുപ്പ് നിറത്തിൽ രക്തം പോകുന്നുണ്ടോ, അല്ല മലം പോകുന്നുണ്ടോ? അതൊന്നുമില്ല. അങ്ങനെയില്ല. അപ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ടാകാം. ഞാൻ അതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അത് ഒരു പക്ഷേ അൾസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബിലിയസ് വൊമിറ്റിംഗ് എന്ന് പറയുന്ന ഈ മഞ്ഞവെള്ളം ഛർദ്ദിക്കൽ മാത്രമല്ല, അവിടെ കോഫി ഗ്രൗണ്ട് വൊമിറ്റിംഗ് ആയിട്ട് നമ്മൾ പറയാറുള്ള ഈ ബ്രൗൺ കളറിൽ ഛർദി ഉണ്ടാകണം, വേദന ഉണ്ടാകണം. വളരെ പ്രധാനമായിട്ടും നിങ്ങളുടെ നെഞ്ചുകൂടിന് താഴെ നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന ഉണ്ടാകും. നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വേദന ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് അൾസറാണെന്ന്. അതെ, അൾസറിന്റെ ആരംഭമാകാം. അതായത് ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിൽ അവിടെ ഈ ഉള്ളിലുള്ള ആവരണം കുറച്ച് നഷ്ടപ്പെട്ടിട്ട് അവിടെ തൊലി പോയിട്ട് അത് നമുക്ക് സ്റ്റൊമക്കിലെ 4 ലെയറാണ്. അതായത് മ്യൂക്കസ് ലെയർ, സബ് മ്യൂക്കസ്, അതുപോലെ മസിൽ ലെയർ, അത് കഴിഞ്ഞാൽ സിറസ് ലെയർ, അങ്ങനെ 4 ലെയറാണ്. ഈ 4 ലെയറിൽ ഒരു ആദ്യത്തെ ലെയർ മ്യൂക്കസ് വിടിവിടുത്ത ചർമ്മം ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ബുദ്ധിമുട്ടിൽ കാണിക്കുന്നുണ്ടായിരിക്കും. ആ ഡോക്ടർ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായത്തിൽ വന്നത് അദ്ദേഹം. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം നല്ല കുറവുണ്ടോ? ഏത് ട്രീറ്റ്മെന്റ് ആണ്, ഏത് ചികിത്സയാണ്? മോഡേൺ മെഡിസിൻ ആണോ, ഹോമിയോപ്പതി ആണോ, ആയുർവേദം? മോഡേൺ മെഡിസിൻ. ഓക്കെ, അത് നിങ്ങൾ തുടരണം. തുടർന്ന് ഡോക്ടറുടെ ഉപദേശപ്രകാരം അത് കണ്ടിന്യൂ ചെയ്ത് ഇത് അൾസർ വരാതെ നോക്കണം. ഇത് അൾസറിന്റെ ആരംഭ ലക്ഷണങ്ങളായിരിക്കാം ആ ഡോക്ടറുടെ നിഗമന പ്രകാരം. തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകരുണ്ട്. ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്. യെസ്, ഹലോ. കേൾക്കാം. എന്റെ പേര് സജീന, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നത്. എനിക്ക് ഈ വായ്ക്കകത്ത് ഇങ്ങനെ പുണ്ണുണ്ടാകുമായിരുന്നു. ഇത് വരുന്നതിന് മുമ്പ് വായുനാറ്റം ഇങ്ങനെ ഈ സമയത്ത് വായുനാറ്റം ഉണ്ടാകും, വിശപ്പില്ലായ്മ ഉണ്ടാകും. എന്നിട്ട് ഈ വായില് മോണയിടയ്ക്കും ഈ വായ്ക്കകത്തൊക്കെ ഉണ്ടാകും. ഇപ്പം ഇത്
അലോപ്പതി കാണിച്ചപ്പോൾ ഇത് ബി കോംപ്ലക്സിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ആയുർവേദത്തിൽ കാണിച്ചപ്പോൾ അൾസർ ആണെന്നും പറഞ്ഞു, ആർഷസ് ആണെന്നും പറയുന്നു. ഇതെന്താ അറിയാൻ വേണ്ടിയായിരുന്നു. നിങ്ങളിപ്പോൾ രണ്ട് ചികിത്സാ ശാസ്ത്രങ്ങളിൽ പോയിരുന്നു. അപ്പോൾ ഹോമിയോ ഡോക്ടറെ കൂടെ കൺസൾട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ അവരും എന്ത് പറയുമെന്ന് നോക്കാമായിരുന്നു. എനിക്കാവും അത് നിങ്ങൾക്ക് വായിൽ ഈ പുണ്ണ് വരുന്നത് അത് അസിഡിറ്റിയുടെ ലക്ഷണമാകാം. അതായത് അൾസർ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റൊമക്കിൽ അൾസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂചനയായിട്ട് വായിലും അൾസർ വരാം. അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന അമിതമായിട്ടുള്ള അമ്ല ഉൽപ്പാദനം കൊണ്ടുവരാം. അതുകൊണ്ടും ഈ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഈ ബാഡ് ബ്രീത്ത് ഉണ്ടാകാം. അതുപോലെ വേറെ മോണയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കാനുണ്ട്. അത് ബി കോംപ്ലക്സ് മാത്രമല്ല, അതല്ല ചില ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട്, പൂപ്പൽ ഇൻഫെക്ഷൻ കൊണ്ട് അങ്ങനെ വരാം. ഇത് മെയിനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അൾസറിൻ്റെ ആരംഭ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നെഞ്ചരിച്ചൽ, പുളിച്ചത് കെട്ടൽ? കേട്ടില്ല. നെഞ്ചരിക്കലായിട്ട് ഒന്നുമില്ല. എൻ്റെ മോണന് ചില സമയങ്ങളിൽ രക്തം വരുന്നുണ്ട്. അപ്പോൾ മോണയിൽ പഴുപ്പുണ്ടാകാം. അതായത് ജിഞ്ചിവൈറ്റിസ്, അത് ബാക്ടീരിയ കൊണ്ട് വരുന്നതായിരിക്കണം. ബാക്ടീരിയ കൊണ്ടും അതുപോലെ ഫംഗസ് കൊണ്ടും ബി കോംപ്ലക്സ് കുറവ് കൊണ്ടും അതുപോലെ അസിഡിറ്റി കൊണ്ടും ഒക്കെ വായിൽ പുണ്ണ് വരാം. അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കണം. നമ്മൾ ഹോമിയോപ്പതി വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് മെത്തഡ് ഓഫ് തെറാപ്യൂട്ടിക്സ്, വളരെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുള്ളത് കൊണ്ട് നാം ഏത് കേസായാലും ആദ്യം നമ്മൾ ഡയഗ്നോസിസ് ചെയ്യും. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ടെർമിനോളജിയിൽ അത് എന്താണ് എന്ന് നമ്മൾ പറയാൻ കഴിയണം. അതിനുശേഷമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതും. അതിന് ട്രീറ്റ്മെൻറ്റിൽ തികച്ചും അത് ഹോമിയോപ്പതി രീതിയിലുള്ള ചികിത്സാ രീതികളാണ്. എങ്ങനെ ഒരു പേഷ്യൻ്റ് നേരത്തെ പറഞ്ഞതുപോലെ മെഡിസിൻ സെലക്ഷൻ. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് ചികിത്സാ ശാസ്ത്രത്തിൽ പോയതുകൊണ്ട് ഇനി ഹോമിയോ ഡോക്ടറും കൂടി കൺസൾട്ട് ചെയ്ത് വേണ്ട ചികിത്സ തേടാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ ഡോക്ടറെ എനിക്ക് വായിൽ പുളിച്ചിട്ട് പല്ലിന്റെ ഇടയില് ഇങ്ങനെ ചെറിയ ഇങ്ങനെ മോണയുടെ സൈഡില് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കോമ്പല്ല് എന്ന് പറയുന്ന ആ രണ്ട് പല്ല് എന്റെ ഇങ്ങനെ തൊടുമ്പോ എനിക്ക് വേദനയുണ്ട്. അല്ലെങ്കിൽ ഈ പച്ചവെള്ളം ഇങ്ങനെ വായിൽ കൊള്ളുമ്പോ അവിടെ ഇങ്ങനെ ഇങ്ങനെ മരയിച്ച് പിടിക്കുന്നോട്ട് ഒക്കെ എനിക്ക് തോന്നും. അതില് വായിൽ പുളിച്ചിട്ട് ഇങ്ങനെ കയ്പ്, ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഗ്യാസിന്റെ കംപ്ലൈന്റ് നന്നായിട്ട് ഉണ്ട് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ അടിവയറ്, ഈ നമ്മുടെ മൂത്രസഞ്ചിയുടെ അവിടെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. പിന്നെ ഈ കിഡ്നിയില് 2 സ്റ്റോൺ ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇത് അസിഡിറ്റിയുടെ ലക്ഷണങ്ങളുണ്ടോ? അതായത് അൾസർ, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോലെ അൾസർ ഉണ്ടെങ്കിലുള്ള ലക്ഷണങ്ങളുണ്ടോ? അതായത് വയറ് മുകൾ ഭാഗത്ത് വേദന, രാവിലെ ഛർദി, മനംപുരട്ട്, അതുപോലെ ഛർദി എനിക്കില്ല. എനിക്ക് അടിവയറ് നന്നായിട്ട് വേദന എടുക്കും. അടിവയറാണ്, മൂത്രസഞ്ചിത അടിഭാഗം കണ്ടുകൊണ്ടാണ് നന്നായിട്ട് വേദന. അതിപ്പോ അൾസറുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. അൾസറിന്റെ ഒരു ലക്ഷണമായിട്ടൊന്നും കാണുന്നില്ല. ഇത് ഒരു പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് പുളിച്ചത് കെട്ടൽ, അതായത് നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ പുളിച്ചത് കെട്ടലും, ഈ അസിഡിറ്റി ഉള്ള ആളുകൾ, ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾ, ഇങ്ങനെ രാവിലെ അതുപോലെ അൾസറുള്ള ആളുകൾ തന്നെ ഛർദ്ദിക്കുമ്പോഴൊക്കെ വന്നിട്ട് കൂടെ വായിൽ അങ്ങനെ ആസിഡ് വരുന്നതുകൊണ്ടെങ്കിൽ ഇനാമലൊക്കെ നഷ്ടപ്പെട്ടു പോകാം. ഇനാമൽ അങ്ങനെ ദ്രവിച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന പോലെ പല്ല് പുളിപ്പൊക്കെ ഉണ്ടാകാം. മറ്റപടി നിങ്ങൾക്ക് ഇത് അൾസറിൻ്റെ ലക്ഷണമായിട്ടൊന്നും തോന്നുന്നില്ല. ബാക്കി ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടറെ നിങ്ങൾ സമീപിച്ച് എന്താണെന്ന് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഈ അൾസർ എന്ന് പറയുന്നതിന് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അത് പിന്നീട് ക്യാൻസർ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? ഇതിന് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ 4 ലെയറായിട്ടുള്ള ആമാശയത്തിൽ 4 ലെയറും കടന്ന് ഈ അൾസർ വന്നിട്ട് വളരെ ഡീപ്പായിട്ട് പോയിട്ട് അത് പെർഫറേഷൻ, അതവിടെ ഒന്ന് ദ്വാരം വീഴാനുള്ള സാധ്യതയാണ്. ഒരു മെഡിക്കൽ എമർജൻസി ഉള്ള ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ എമർജൻസി ഓപ്പറേഷന് വിധേയമാക്കേണ്ട കേസാണ്. അപ്പോൾ നമുക്കതിൽ നമ്മുടെ മെഡിസിൻ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു റോളൊന്നുമില്ല. അതുപോലെ വന്നിട്ട് അവിടെ അൾസർ വന്നു കഴിഞ്ഞ ശേഷം അവിടെ ഹീലായി വരുമ്പോൾ അവിടെ ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അതായത് ഈ ഗ്യാസ്ട്രിക് ആമാശയത്തിൻ്റെ താഴ്ഭാഗം അത് ചെറുകുടലിലേക്ക് പോകുന്ന ആ ഭാഗത്ത് അവിടെ വന്നിട്ട് ചുരുക്കം വീണിട്ട്
അവിടെ ഒരു കൺസ്ട്രിക്ഷൻ ഉണ്ടായിട്ട് ഫുഡൊന്നും താഴോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അതും ഒരു മെക്കാനിക്കലായിട്ടുള്ള ഇടപെടൽ ആവശ്യമുള്ള ഒരു കേസാണ്. അതേസമയം ക്യാൻസർ ആകുന്ന കേസിൽ വന്നിട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള ക്യാൻസേഴ്സ് നമുക്ക് ലോകം മുഴുവൻ നമുക്കറിയാം. ആളുകൾക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ക്യാൻസറിൽ ഇത് പെടില്ല. കാരണം വളരെ റയറായിട്ട് വരുന്ന ക്യാൻസറാണ് സ്റ്റൊമക്കിൽ വരുന്ന കാർസിനോമ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. പക്ഷേ കോമൺ ആയിട്ട് വരുന്ന ക്യാൻസേഴ്സ് നമുക്കറിയാം. ലങ്സിൽ വരുന്ന, അതായത് ശ്വാസകോശ വരുന്ന ക്യാൻസർ, പുരുഷന്മാർക്കാണെങ്കിൽ അതുപോലെ ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ, കൂടാതെ കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്ന ആ ക്യാൻസർ. ഇത് മൂന്നുമാണ് കോമൺ ആയിട്ട് വരുന്നതും. സ്ത്രീകൾക്കാണെങ്കിൽ ഇതിൽ ഒന്ന് അഡീഷണലായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പകരം വരുന്നത് ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസർ. അപ്പോൾ ഈ 4 ക്യാൻസറാണ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാണാറുള്ള ക്യാൻസേഴ്സ്. അതിലൊന്നും ഇതിൽ പെടുന്നില്ല. വളരെ റയറായിട്ട് അത് ചികിത്സിക്കാതെ വിട്ടുപോയാൽ, അത് വന്നിട്ട് വളരെ ഉദാസീനത കാണിച്ചാൽ ഒരു പക്ഷേ വളരെ അപൂർവമായിട്ട് കുറച്ച് 5% ആളുകൾക്ക് ഒരു പക്ഷേ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതും ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് വലിയ റോളുണ്ട്. അതിനും ആ ബാക്ടീരിയയ്ക്ക് വലിയ പങ്കുണ്ട് ഈ ക്യാൻസർ ഉണ്ടാകുന്ന കാര്യത്തിലും. നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും ഭേദമാകാവുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള രോഗം മാത്രമാണോ? തീർച്ചയായിട്ടും. അതായത് നമുക്ക് അങ്ങനെ ഭയക്കേണ്ടതില്ല. നമ്മളിത് നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്മുടെ ഉറക്കം കഴിഞ്ഞ് നൈറ്റ് വാച്ചിങ്, അത് രാത്രിയൊക്കെ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം. മദ്യപാനം, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, പുക വലിക്കുന്നത്, അതുപോലെ വന്നിട്ട് അമിതമായിട്ട് നമ്മൾ ഇത് എന്താണ് ഫാറ്റ് ഡയറ്റ് കഴിക്കുന്നത്, കൂടാതെ വന്നിട്ട് വെറും വയറ്റിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊക്കെ നടക്കുന്നത്, അത് നമ്മൾ ടെൻഷനും അതുപോലെ നമ്മുടെ മറ്റുള്ള ജീവിത ശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. കൂടാതെ മറ്റുള്ള യോഗ മുതലായ നമുക്ക് മെഡിറ്റേഷൻ, നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ നോക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഏതെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിലക്ക് ഉണ്ടോ? ഇത് ഇങ്ങനെ അസിഡിറ്റി ഇതുമായിട്ട് വളരെ ബന്ധമുണ്ടല്ലോ. അസിഡിറ്റി ഉണ്ടാകാൻ തന്നെ ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയക്ക് പങ്കുണ്ട്, ക്യാൻസർ വരുന്ന പോലെ തന്നെ. അപ്പോൾ അതിന് നമുക്ക് വിലക്കെന്ന് പറയുന്നത് വളരെ പുളിയുള്ള എരിവുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കിയേ പറ്റൂ. പുളിച്ച തൈര്, പുളിയുള്ള പഴവർഗ്ഗങ്ങൾ, അതുപോലെ മറ്റുള്ള അച്ചാർ അധികം കഴിക്കുക, വെറും വയറ്റിൽ. അതുപോലെ ഇത് വരുന്നതിന് നല്ലൊരു ശതമാനമല്ല, ഈ ബാക്ടീരിയ പറഞ്ഞല്ലോ ഒരു 80-90% കൂടാതെ ഈ വേദന സംഹാരികൾ കഴിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ആസ്പിരിൻ ഉൾപ്പെടെയുള്ള വേദന സംഹാരി. അപ്പോൾ അതിന് ഡോക്ടറുടെ നിർദ്ദേശം വളരെ ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിക്കാവൂ എന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി, ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിനും. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.